welcome back to my YouTube channel and you're watching Aiden Vlogs. അപ്പോൾ ഇന്ന് തൊട്ട് we are starting a food series. We are two best friends. The one who knows cooking, the other one who have a zero knowledge of cooking. അപ്പോൾ ഇവളായിരിക്കും ഇവൾക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാം ആൻഡ് ഷീ ഈസ് വെൽ ഇൻ കുക്കിംഗ്. പക്ഷെ എനിക്ക് അതൊന്നുമില്ല. ഞാൻ ഐ എം വേഴ്സ്റ്റ് ഇൻ കുക്കിംഗ് എന്നാണ് ഞാൻ പറയാം. സോ അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഈ ഒരു ലീവ് ടൈമില് വി ക്യാൻ ഡു സംതിങ് ഡിഫറെന്റ് എന്ന് വിചാരിച്ചിട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് ദിസ് വൺ. അപ്പോ ഫോർ ദ പാസ്റ്റ് 3 years ആയിട്ട് ഞാൻ ഇവളുടെ വീട്ടിലായിരുന്നു ഹോം ട്യൂഷൻ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവള് കുറെ ഡിഷസ് ചെയ്യും, എനിക്ക് തരും. അപ്പൊ അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട് നമുക്ക് ഇതൊക്കെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു സീരീസ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ഡിഷ് എന്താന്ന് വെച്ചാൽ എന്തൊക്കെയാ? പാൻകേക്ക്. വിച്ച് പാൻകേക്ക്? സാധാ നോർമൽ പാൻകേക്ക് ആണ്. നമ്മള് മൈദ യൂസ് ചെയ്യില്ല, അതുപോലെ നമുക്ക് ഗോതമ്പ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയായിട്ടുള്ള ഇതാണ്. എനിക്ക് ഞാൻ ഇതുവരെയ്ക്ക് പാൻകേക്ക് കഴിച്ചിട്ടില്ല. ആൻഡ് അതേപോലെ തന്നെ എന്താ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതിനെ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം വീറ്റ് ഇത് വന്ന് വീറ്റ് ഫ്ലോർ ആണ്. അതെ, പിന്നെ ഷുഗർ യൂസ് ചെയ്യും. നമ്മൾ വന്ന് വൈറ്റ് ഷുഗർ യൂസ് ചെയ്യില്ല, ബ്രൗൺ ഷുഗർ. എന്നിട്ട് ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ അത് നമുക്ക് ഓപ്ഷനാണ്. അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ഞാൻ ഈ വീടിന് വെറുതെ യൂസ് ചെയ്യാണ്. പിന്നെ വാനില എസൻസ് ഇതും ഓപ്ഷനാണ്. പിന്നെ മിൽക്ക്, പിന്നെ ഒരു എഗ്ഗ്. പിന്നെ നമ്മൾ ഒരു എഗ്ഗും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വന്ന് അപ്പോൾ ഇത് ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ? യെസ്, മെഷർമെൻറ്റ്സ് ഒന്നും ഇല്ല. നമുക്ക് എത്ര വേണോ അത്ര ഡിപ്പെൻഡായിട്ട് നമുക്ക് ഇട്ടാൽ മതി. സോ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് മണി ഇടാം. അതിനുശേഷം നമുക്ക് ഒരു എഗ്ഗ് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ബ്രൗൺ ഷുഗർ, എന്നിട്ട് കുറച്ച് നമുക്ക് ബേക്കിംഗ് സോഡ ഇടാം. കുറച്ച് മതി. കുറച്ച് അപ്പോൾ സന്തോഷം. കുറച്ച് ബേക്കിംഗ് പൗഡർ, എന്നിട്ട് കുറച്ച് വാനില എസൻസ്. നമുക്ക് മുട്ടൻ്റെ സ്മെല്ലൊക്കെ വരുമല്ലോ, സോ അതൊക്കെ വേണ്ടിരിക്കാൻ വാനില എസൻസ് യൂസ് ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വേണം. എന്നിട്ട് കുറച്ച് മിൽക്ക് നമുക്ക് എത്ര വേണോ. ഇത് ലൈറ്റ് നമുക്ക് ഓവർ ലൂസായിട്ടും ആകാൻ പറ്റില്ല, ഒരുപോലെ മാവ് പോലെ ആകാൻ പറ്റില്ല. മൂത്തിന് ഓർമ്മ പിടിച്ച് കൈ തരുന്ന അപ്പടി കുറച്ച് കുറച്ച് പാലായിട്ട് നമ്മൾ ചെയ്ത് ഒരു കൺസിസ്റ്റൻസിക്ക് ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരണം. നമുക്ക് ഗീ ഇടാം. ഞാൻ ഇങ്ങനെ ഇടും, സ്പൂണൊന്നും എടുത്തിട്ട് ഞാൻ ഇടില്ല. സോ ഇങ്ങനെ ഇടും. സോ കുറച്ച് ഗീ ഇടാം. എന്നിട്ട് നല്ലോണം ചൂടാവണം. എന്നിട്ട് നമ്മുടെ ബാറ്ററിന് നമുക്ക് ഒഴിക്കുക. സോ നല്ലോണം ആകട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടണം. സോ നല്ലോണം ആകട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചിടണം. ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് പത്രം വീട് എടുക്കണം, പാക്കണം ഒക്കെ തരാം. അവിടെ പോടി അവിടെ കുഴപ്പമില്ല. രണ്ടെണ്ണമായി. നല്ല സ്മെല്ലുണ്ട്. അത് കുറച്ച് തേൻ ഒഴിച്ച് കഴിക്കണം.
ഇനിയൊന്നും കൂടി ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് തേൻ ഒഴിക്കാം. ഈ ടപ്പ് ചൂടാവണം, അതുകൊണ്ട് എനിക്ക് ഈ ലൈറ്റ് ഇടാൻ കഷ്ടം. സിമ്മിൽ വെച്ചാലും ചൂടാവും. സോ അതുകൊണ്ട് ലാസ്റ്റ് രണ്ട് നമുക്ക് കുട്ടിയെ ചെയ്യാം. ഓവറായി കരിപ്പിക്കണേ, നമുക്ക് ലൈറ്റ് വേഗം ഇരിക്കാം. ഈ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് കണ്ട് നമുക്ക് എപ്പോഴും നേരായിട്ട് വരില്ല, ലാസ്റ്റ് കണ്ട് എനിക്ക് നേരായിട്ട് എപ്പോഴും വരുള്ളൂ. അങ്ങനെ നമ്മളുടെ 4 പാൻകേക്ക് റെഡിയായി. റെഡിയായി. സ്മെല്ലൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പൊ ഗ്യാസ് ഓഫ് ആക്കാൻ മറക്കരുത്, ഞാൻ പലപ്പോഴും മറന്നു പോകും. ലാസ്റ്റ് നമുക്കൊന്ന് ഹണി ഒഴിക്കും. സോ ഇത് വന്ന് എങ്ങനെയാ പറഞ്ഞാൽ നമ്മള് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു തന്നതല്ല, ഞങ്ങൾക്ക് അറിഞ്ഞവര് വന്ന് ഈ മരത്തിൽ നിന്നൊക്കെ എടുക്കില്ലേ, സോ അങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ എടുത്ത് അതെ. സോ ഇതാ ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാ. സോ അതെ, കാട്ടുതേനാ. സോ അതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ലൈൻ ഡേറ്റ്സ് സിറപ്പ് ഇല്ല, അതൊക്കെ യൂസ് ചെയ്യും. സോ അതിപ്പോ ഇല്ലാത്ത ദിവസം ഞാൻ എപ്പോഴും ഹണിയാണ് യൂസ് ചെയ്യാ. ஓகே गाइस, இன்னைக்கு இன்னும் கொஞ்சம் ஊற்றிடுவோம். காசா பணமாக தான் இருந்தது. எல்லா சைடு ஒழுக்கட்டுள்ள எல்லாம் ஒழுகி வைப்போம். ஓகேல ஃப்ரீடம் பார்த்துக்கோ. ஓகே, Finally the dish is ready. അപ്പോൾ ഇതായിരുന്നു the pancake, അനു സ്പെഷ്യൽ പാൻകേക്ക്. അപ്പൊ അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സ്മെല്ലൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ എന്നാ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മുടെ കുഞ്ഞു ഗസ്റ്റിനകത്ത് നമുക്ക് കൊടുക്കാം, പിന്നെ നമുക്ക് വരാം. ഓക്കെ, ഹലോ, അതിന്റെ പേരെന്താ? സാൻഡി. അവിടെ നോക്കി പറയും, എന്റെ പേര് സാൻഡി. ഓക്കെ, അപ്പൊ ദിസ് ഇസ് ദ ക്യൂട്ട് ലിറ്റിൽ ഗസ്റ്റ്. അപ്പൊ ഇവളായിരിക്കും ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടാവാ. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യുന്നു. കേട്ടോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? നന്നായിട്ടിതാ. ആരാ ഉണ്ടാക്കിയെന്ന് അറിയോ? ആരുണ്ടാക്കിയത്? ആരാ ഉണ്ടാക്കിയ? അനിയച്ചിയാ? അനിയച്ചിയാണ് ഉണ്ടാക്കിയ? ആയിട്ടുണ്ടാ? സൂപ്പർ എന്ന് പറയും. സൂപ്പർ. ഇനി നമുക്ക് മെനുവിന്റെ അടുത്ത് കൊടുക്കാം. So this is menu. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇവള് അന്നുന്റെ കസിൻ ആണ്, അത് അവളുടെ നെയ്ബർ ആണ്. എങ്ങനെയുണ്ട്? അതെന്താ അപ്പൊ എന്തായാലും ഉണ്ടാക്കി ആദ്യത്തെ ഫസ്റ്റ് നമുക്ക് കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ചെയ്ത് പോണ്. അടിപൊളി, നന്നായിട്ടുണ്ട്. യാ സൂപ്പർ. ഞാൻ ടേസ്റ്റ് ചെയ്തു. മൈക്ക് പിടി വേണ്ടേ? ഓക്കെ, അടിപൊളിയായിട്ടുണ്ടോ? അപ്പൊ എന്തായാലും ഈ ഡിഷ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയില് ന്യൂ ഡിഷ് ആയിട്ട് വരാം. അപ്പൊ ഇതാണ് ഞങ്ങള് ഉണ്ടാക്കിയ അടിപൊളി ഡിഷ്. അതെ, അപ്പൊ നിങ്ങൾക്കും ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയായിരുന്നു എന്നും അറിയിക്കുക കമന്റ് സെക്ഷനിൽ. അപ്പൊ എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ചേട്ടാ, and don't forget to subscribe. Bye.